എല്ലാ തരത്തിലുള്ള റബ്ബറുകളും നമുക്ക് തൈകൾ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ കൂമ്പ് മൂത്തിരിക്കുന്ന തൈ ആയിരിക്കണം. ക്ലീൻ ചെയ്യുക ഫസ്റ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബഡ് ചെയ്യുമ്പം തൈ ക്ലീൻ ചെയ്യണം. പൂക്കുളത്ത് അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് റബ്ബർ ബഡ് ചെയ്യുന്നതാണ്. ബെഡിങ് രീതി, അത് റബ്ബറല്ല, ഏതാണെങ്കിലും ബെഡിങ് രീതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റബ്ബർ ബഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ റബ്ബർ ബഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള റബ്ബറുകളും നമുക്ക് തൈകൾ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ കൂമ്പ് മൂത്തിരിക്കുന്ന തൈ ആയിരിക്കണം, അല്ലെങ്കിൽ കൂമ്പ് ഇത് ചെയ്താൽ പിടിക്കത്തില്ല, ഇത് തൊലി നമുക്ക് ഇളകി കിട്ടത്തില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂമ്പ് മൂത്ത് വരുന്നത് ഇതിപ്പോൾ ഇളകി കിട്ടും. ഇങ്ങനെയുള്ള തൈകൾ കൂമ്പ് വരുന്നത് അങ്ങനെയൊക്കെയുള്ള തൈകൾ മാത്രമേ ഇതൊക്കെ നമുക്ക് ഇളകി കിട്ടും. ഉണ്ട്, ഇതൊക്കെ കൂമ്പ് പൊട്ടിച്ച് വരുന്ന ഇങ്ങനെയുള്ള തൈകൾ മാത്രമേ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തൊലി പൊളിഞ്ഞ് കിട്ടുകയും നമ്മൾ ബെഡിൻ്റെ ആ മുകളും നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് വെക്കാൻ പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തൈ ഇപ്പം നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ നമ്മുടെ പ്രദീപ് കുമാർ ഇവിടെയുണ്ട്. അദ്ദേഹം നമുക്ക് ഒരു തൈ ബഡ് ചെയ്യുന്ന കാര്യം കാണിച്ചിരുന്നതായിരിക്കും. ഇത് RRI 430 ഇനത്തിൽപ്പെട്ട ബഡ് വുഡാണ്. നമ്മൾ അതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ബഡ് വുഡ് 430-ൻ്റെയൊക്കെ ബഡ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ബഡ് വുഡ് മുറിക്കുന്ന സമയത്ത് അതിന് ഇതുപോലെ തന്നെ മുട്ടിച്ച് വരുന്നതാണെങ്കിൽ ഏറ്റവും യോജിച്ചത്. അല്ലെങ്കിൽ നല്ലോണം ശരിക്കും മൂത്തതായിരിക്കണം. ഏറ്റവും നല്ലത് ഇങ്ങനെ മുട്ടിച്ച് കുറച്ചും കൂടെ നീണ്ടു വരണം. അതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഏകദേശം തൈകളൊക്കെ എല്ലാം മൂത്തിരിക്കുന്നതാനും കാണിച്ചു തരാനായിട്ടില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പരുവത്തിലാണ് ഈ ബഡ് വുഡിന് കമ്പ് മുറിക്കാൻ പറ്റുന്നത്. പൊതുവിൽ ഈ 430 ഇനത്തിൽപ്പെട്ട ബഡ് കമ്പിനൊക്കെ വണ്ണ കൂടുതലായിരിക്കും, തൊലിക്ക് കട്ടി കൂടുതലായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തായ നമ്മുടെ പ്രദീപ് കുമാർ നിങ്ങൾ പറയുന്നതായിരിക്കും. പ്രദീപ, അപ്പോൾ ഈ ബെഡിങ് ചെയ്യാൻ തുടങ്ങി എത്ര വർഷമായി? 25 വർഷം. നിങ്ങളെ കണ്ടാത്ര പ്രായം തോന്നിക്കുന്നില്ല, ചെറിയ ചക്കനായിട്ട് തോന്നുന്നു. അപ്പോൾ 25 വർഷമായിട്ട്. വീട് എവിടെയാണ്? തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം ജില്ല. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട സ്ഥലത്താണ് നമുക്ക് വളരെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇവരാണ് നമ്മൾ ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കശുമാവ്, റബ്ബർ, പിന്നെ പ്ലാവ്, ഇതെല്ലാം ബഡ് ചെയ്യുന്ന ഇവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ തൈ ഇപ്പം ബഡ് ചെയ്യുന്ന രീതി കാണിച്ചു തരുന്നതായിരിക്കും. ബഡ് ഇതാണ്. കമ്പ് ആദ്യം മുറിക്കുക. ഇത് ആദ്യം ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഇത് 2 വര വരച്ചിട്ട് അതിൻ്റെ ഒരു 1.5 പാല് വരും. ആ പാല് തുടച്ചിട്ടാണ് വെക്കുള്ളൂ. അപ്പോൾ കാണിക്കുന്നത് ക്ലീൻ ചെയ്യുക ഫസ്റ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബഡ് ചെയ്യുമ്പം തൈ ക്ലീൻ ചെയ്യണം. ഉണ്ടോ? ഇപ്പോൾ 2 സൈഡ് വരഞ്ഞിട്ട് മേലെ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇതിൻ്റെ പാല് പൊടിച്ച് വരിക. ആ സമയത്ത് ഈ പാല് കംപ്ലീറ്റ് പോവും. ആ സമയത്ത് നമ്മൾ നല്ല നോക്കിയിട്ട് കണ്ണ് ഇതിനകത്ത് ബഡ് മുകളം നോക്കിയിട്ട്, ഉണ്ടോ, ഇതാണ് മുകളം. ശ്രദ്ധിച്ചത് കൊണ്ടാണ്, ഇതാണ് മുകളം. ഈ മുകളമാണ് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ച് ചേർക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് കിളിപ്പ് വരുന്നത്. ഇത് നല്ല എക്സ്പേർട്ടായ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. ഡെയിലി രാവിലെ ഇവർ കത്തി തേച്ച് വൃത്തിയാക്കും. അതോടൊപ്പം ഇടയ്ക്കെല്ലാം ഇവർ കല്ലയിലിട്ട് ഉരച്ച് നല്ല വൃത്തിയിൽ കണ്ടോ, അത് വലിച്ചെടുക്കുന്നത് കണ്ടോ. അത് ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ അതിനകത്ത് മുകളം കണ്ടാവും. നോക്കിക്കോ, ഇതിനകത്ത് കാണുന്നതാണ് മുകളം. ഉണ്ടോ, ഈ ഒരു ചെറിയൊരു സ്പോട്ട് പോലെ കാണുന്നതാണ് മുകളം. അതുണ്ടെങ്കിൽ മാത്രമേ ഒട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് മുളച്ച് വരത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ചിലപ്പോൾ വലിക്കുന്ന സമയത്ത് ആ മുകളം ആ തടിയിൽ ചേർന്നിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ബെഡ് പിടിച്ചതായിട്ട് കാണും. അപ്പം അത് മുളച്ച് വരത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഇത് മണ്ട ഒരു ഏകദേശം കണക്കായിട്ട് മുറിച്ച് കളയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ പാല് തുടച്ച് വൃത്തിയാക്കുന്നു. അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയോ. ബെഡിങ് പഠിക്കാനുള്ളവർക്ക്, താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്ത് വന്നാലും ഇത് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാലും നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും ആകുകയില്ല. അപ്പോൾ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമ്മൾ സാധാരണ ആദ്യം ബെഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ 2-ാം വർഷം ഇത് ചുറ്റുമാണ് പ്ലാസ്റ്റിക്. ഇത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുറ്റി നല്ല ടൈറ്റിൽ ചുറ്റി നമ്മൾ ഉറപ്പിക്കുകയാണ്. സമയം എടുക്കാൻ പാടില്ല, സ്പീഡായിരിക്കണം. ഇതിപ്പോൾ നമ്മൾ എടുത്ത് തൈ ഇങ്ങനെ വെച്ചുകൊണ്ടാട്ടോ ഇത്ര ലേറ്റ് ആകുന്നത്. മറ്റേത് ഒരു പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ 500-600 തൈ വരെ ബെഡ് ചെയ്യും. കാരണം അവിടെ ഇരുന്ന് നല്ല കുത്തിരി ഇപ്പോൾ 4-5 പേര് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടോ, ഇതിപ്പോൾ ചേർത്ത് കണ്ടോ,
നല്ല ശരിക്കും തൊലിയോ ചേർത്ത് അമർത്തി നല്ല വലിച്ച് ഈ പ്ലാസ്റ്റിക്കും എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് 80 80 സൈസൊക്കെ ഉണ്ട്. 80, 100, 120. ചെറിയ തൈക്കാണ് 80, അതിലാണ് 100, 120 അങ്ങനെ പോലെ. അപ്പം വലിയ പ്ലാസ്റ്റിക് അയക്കണം, എന്നാലേ ഇത് ശരിക്ക് വെള്ളം ഇറങ്ങാതെ ഇരിക്കുള്ളൂ. ഇതിപ്പം ബെഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇത് ഇപ്പോഴത്തെ കണ്ടീഷനാണ് 21 ദിവസം കഴിയുമ്പോൾ അഴിക്കാൻ പറ്റില്ല. 21 ദിവസം കഴിയുമ്പോൾ നമുക്കിത് പിടിക്കുന്നതായിരിക്കും. ചിലത് പിടിക്കുകയില്ല. അപ്പോൾ നമ്മൾ 21 ദിവസം കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് പ്ലാസ്റ്റിക് ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് മുറിഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെയാണ് ബെഡ് ചെയ്യുന്ന രീതി. അപ്പം ഇത്രയൊക്കെയാണ് ബെഡിങ്ങിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.